പല പ്രവാസികളും നാട്ടിലേക്ക് പോകാൻ ടൈം എടുക്കണം എന്തുകൊണ്ടാരും. ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 1 വർഷം. അതൊക്കെ ടൈം എടുക്കണം എന്തുകൊണ്ടാരും. ഈ നാട്ടിലേക്ക് ഇങ്ങനെ എടുക്ക് വന്ന് പോകാറിഞ്ഞാൽ നല്ല ചിലവാണ്. കാരണം വലിയ നാട്ടിലേക്ക് ഇങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ അയക്കും, മാസം മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒക്കെ അയക്കും. പിന്നെ ഇവിടുത്തെ ചിലവാണ്. യു എയിൽ എക്സ്പെൻസ് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കടമായിട്ടോ അല്ലെങ്കിൽ ഉള്ള ബാക്കിയുള്ള കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതേ സ്ഥാനത്ത് തന്നെ നാട്ടിൽ വന്ന് വേഗം തിരിച്ചു വരാനേ ഉണ്ടാവുള്ളൂ. വേറെ ഇതിനേക്ക് നമുക്ക് മാറ്റി വെക്കാനൊന്നും ഫണ്ട് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയും കാലം ദുബായി പോയിട്ട് ഒന്നും നേടിയെടുത്തില്ല എന്നുള്ള ചോദ്യമായിരിക്കും. കാരണം അതിൻ്റെ ഇടയ്ക്ക് 2 വർഷം പണിയെടുത്തതും അല്ല മാസത്തിൽ ഇങ്ങനെ ഫണ്ട് അയച്ചു കൊടുത്തതൊന്നും ഓലെ കണ്ണിലുണ്ടാവില്ല. അതാണ് ഈ പ്രവാസികൾ നാട്ടിലേക്ക് വരാൻ വൈകുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നില്ല കേട്ടോ, ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് പോണതും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി വരാനുള്ള ചിലവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസും. പിന്നെ നാട്ടിലേക്ക് വന്നാലും ദുബായ്ക്കാരനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പറ്റൂലല്ലോ, കുറച്ചൊരു ഇത് വേണ്ടി വരുമല്ലോ. അപ്പൊ നല്ല രീതിയിലൊക്കെ ആയിരിക്കും നടക്കുക. അപ്പൊ അത്രയും ചിലവ് പിന്നെയും കൂടുകയുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും നാട്ടിലേക്ക് വരാനൊക്കെ ഒരു ടൈം എടുക്കുന്നതും ഇങ്ങനെയൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കാരണമൊക്കെ. അപ്പോൾ അവരൊന്നും തളർത്തും ചെയ്ത് നിരുത്സാഹപ്പെടുത്തും ചെയ്യരുത്.